This assembly plant in Brampton is currently vacant. The company is discussing options with a partner in China. Completely unacceptable. കാനഡയിൽ ടൊറന്റോയിൽ ബ്രാംപ്ടൺ എന്ന് പറയുന്ന സിറ്റിയിൽ ഈ കഴിഞ്ഞ ദിവസം ചൈനീസ് ഇലക്ട്രിക്കൽ കാറുകളുടെ ഒരു വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കാനായിട്ട് സ്റ്റെല്ലാൻഡസ് എന്ന് പറയുന്ന കമ്പനി മുന്നോട്ട് വരികയും എന്നാൽ ഇവിടുത്തെ യൂണിയൻ ഇടപെട്ട് ഇവിടുത്തെ പ്രൊവിൻസ് ഗവൺമെന്റ് ഇടപെട്ട് അത് നിർത്തലാക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നൂറുകണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടുമായിരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇവിടുത്തെ കനേഡിയൻ യൂണിയൻ ഇടപെട്ട് നിർത്തലാക്കിയിരിക്കുന്നത്. ഈ സ്റ്റെല്ലാൻഡസ് എന്ന് പറയുന്ന കമ്പനി അമേരിക്കൻ കമ്പനിയാവുന്ന ജീപ്പ്, അതായത് ജീപ്പ് കോമ്പസിന്റെ ഒരു വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരുന്നു ഇവിടെ കാനഡയിലെ ടൊറന്റോയിൽ ബ്രാംപ്ടൺ എന്ന് പറഞ്ഞ സിറ്റിയിൽ. ഏതാണ്ട് 3000-ൽ അധികം ആളുകൾ അവിടുത്തെ ജോലിക്കാരായിരിക്കെ ഈ കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് നമുക്കറിയാം ഈ ട്രംപിന്റെ ടാരിഫിന്റെ പ്രശ്നം കാരണം ഈ സ്റ്റെല്ലാൻഡസ് കമ്പനി അവരുടെ ജീപ്പ് നിർമ്മാണം ഈ കാനഡയിൽ കംപ്ലീറ്റ്ലി നിർത്തുകയും അവരത് കംപ്ലീറ്റ്ലി അമേരിക്കയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഈ ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവനം നഷ്ടമായി, അവരുടെ ജോലി എല്ലാം നഷ്ടമായി. അവിടെ കമ്പനി കംപ്ലീറ്റ്ലി ലേ ഓഫ് ആയി നിൽക്കുമ്പോഴാണ് ഈ കമ്പനി ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു നിർമ്മാണം ഇതേ കമ്പനി തന്നെ ഏറ്റെടുത്ത് നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് വരുന്നത്. എന്നാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന യൂണിയൻകാർ തന്നെ അതിനകത്ത് പ്രശ്നമുണ്ടാക്കുകയും ചൈനീസിന്റെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല എന്നുള്ള ആ ഒരു വലിയ ഇടപെടൽ വരികയും അത് നിമിത്തം ഇവിടുത്തെ പ്രൊവിൻസ് ഗവൺമെന്റ് തന്നെ ആ ഒരു വിഷയത്തിൽ ഇടപെട്ട് അവരത് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അതിന് പ്രൊവിൻസ് ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം 2022 മുതൽ 2035 വരെ ഏതാണ്ട് $529 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് കനേഡിയൻ ഗവൺമെന്റ് ഈ സ്ഥാപനത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ജീപ്പ് നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ സബ്സിഡിയായി അവരുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുവാൻ ഇവിടുത്തെ ഒണ്ടാരിയോയിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കുന്നതിന്റെ ഭാഗമായി ഓൾറെഡി ഇവിടുത്തെ പ്രൊവിൻസ് ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റ് $529 മില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. എന്നാൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആ കമ്പനിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ കമ്പനി കംപ്ലീറ്റ്ലി പൂട്ടിയടയ്ക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരികയും ട്രംപിന്റെ ഈ ഒരു ടാരിഫ് പ്രശ്നം വന്നപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടൽ, അതായത് അമേരിക്കയിലുള്ള അവരുടെ ഹെഡ് ഓഫീസുമായിട്ട് സംസാരിക്കുകയോ ഒരു നീക്കുപോക്ക് വരുത്തുകയോ ഒരു വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാകാതെ ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനം വന്നപ്പം തന്നെ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് അമേരിക്കയിലേക്ക് മൂവ് ചെയ്തത് ഈ കാനഡയിലുള്ള ജനങ്ങളെ, ഇവിടെയുള്ള ഒണ്ടാരിയൻസിനെ നിങ്ങൾ ചതിക്കുമായിരുന്നു എന്നുള്ള ആ ഒരു വാക്കാണ് പ്രൊവിൻസ് ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനീസ് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഒണ്ടാരിയോയിൽ മാനുഫാക്ചറിങ് തുടങ്ങുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ സ്റ്റെല്ലൻ എന്ന് പറയുന്ന കമ്പനിയിൽ തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങണമെങ്കിൽ ഒണ്ടാരിയോയിൽ തന്നെ നിങ്ങൾ പുതിയൊരു പ്ലാന്റ് ഓപ്പൺ ചെയ്ത് ഒണ്ടാരിയോയിൽ തന്നെയുള്ള അവരുടെ ഓട്ടോ പാർട്സ് വെച്ച് ഒണ്ടാരിയൻസിന് ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ആ മാനുഫാക്ചറിങ് കംപ്ലീറ്റ്ലി നടപ്പാക്കി മെയ്ഡ് ഇൻ കാനഡ എന്ന് തന്നെയുള്ള ആ ഒരു നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം ഇവിടുന്ന് തന്നെ ഇറക്കണമെന്നാണ് ഒണ്ടാരിയോയുടെ പ്രീമിയർ ആകുന്ന ഡക്ഫോർഡ് ഉൾപ്പെടെ യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു വശത്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അതേ കമ്പനിയിൽ തന്നെ ആ കമ്പനി തന്നെ ഒരു അവസരം കൊണ്ടുവന്നപ്പോൾ അത് നടക്കത്തില്ലെന്ന് പറയുന്നതിന് ധാരാളം ആളുകൾ വിമർശിക്കുന്നു. എന്നാൽ മറുവശത്ത് ചൈനക്കാരുടെ അടവൊന്നും നടക്കത്തില്ല, അവിടുന്ന് അസംബിൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ കാർ മാനുഫാക്ചർ ചെയ്തിട്ട് 3000-ഓളം ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു, എന്നാൽ കുറച്ച് ആളുകളെ കൊണ്ട് ഇത് റൺ ചെയ്യിപ്പിക്കാമെന്ന് നിങ്ങൾ ധരിക്കേണ്ട എന്ന് മറുവശത്തുള്ള ആളുകൾ പറയുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആ ഒരു യൂണിയൻ ഇടപെടലുകളൊക്കെ ഇവിടെയും സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും നമുക്ക് കാണാം. ഐ ആം സെനറ്റർ എക്സി ജോയ്. ബൈ.